ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 14 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഷാഹീൻ അഫ്രീദി ബിക്കംസ് ഫസ്റ്റ് പാകിസ്ഥാൻ ബൗളർ ടു ഗെറ്റ് 100 വിക്കറ്റ്സ് ഇൻ ഓൾ 3 ഫോർമാറ്റ്സ്. അപ്പോൾ പാകിസ്ഥാൻ പേസറായ ഷാഹിദ് അഫ്രീദിയാണ് ഫസ്റ്റ് ബോളർ, പാകിസ്ഥാനിലെ ഫസ്റ്റ് ബോളർ ആയിരിക്കുകയാണ്. അതായത് എല്ലാ 3 ഫോർമാറ്റുകളിലും 100 വിക്കറ്റ് തികയ്ക്കുന്ന ഫസ്റ്റ് ബോളർ ആയിരിക്കുകയാണ് ഷാഹീൻ അഫ്രീദി. അതായത് ടെസ്റ്റ്, ODI, അതേപോലെ T20 ഇൻ്റർനാഷണൽസ്. പിന്നെ പറയുന്നത്, ദ ലെഫ്റ്റ് ആം പേസർ അച്ചീവ്ഡ് ദ മൈൽ സ്റ്റോൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് T20 ഇൻ്റർനാഷണൽ അഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക ഇൻ ഡർബൺ. ദ ഹോസ്റ്റ്സ് ഡിഫീറ്റഡ് പാകിസ്ഥാൻ ബൈ 11 റൺസ് ഇൻ ദ മാച്ച്. അപ്പോൾ ആ കളി പാകിസ്ഥാൻ തോൽക്കുകയൊക്കെ ചെയ്തു. ആ കളിയിലാണ് 100 വിക്കറ്റ് തികച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. In the match, Shaheen took 3 wickets to complete 100 T20 international wickets in 74 T20s and became the first Pakistan bowler to have 100 wickets in each format of the game. Shaheen became the youngest player in the world to achieve the feat and the first to reach 100 wickets in all 3 formats of the game in international cricket before turning 30. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം 30 വയസ്സിന് മുമ്പ് 3 ഫോർമാറ്റുകളിലും കൂടിയിട്ട് 100 വിക്കറ്റ്സ് തികയ്ക്കുന്ന ഫസ്റ്റ് ബോളർ ആയിരിക്കുകയാണ് ഷാഹീൻ അഫ്രീദി. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ISG ഗെറ്റ്സ് RBI നോഡ് ടു ഓപ്പറേറ്റ് ആസ് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ. അപ്പോൾ ISG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സൊല്യൂഷൻസ് ഗ്ലോബൽ, അവർക്ക് RBIയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവലാണ് കിട്ടിയിരിക്കുന്നത് ISGക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. JP Morgan based fintech company in Solutions Global has secured full authorization as a payment aggregator under Reserve Bank of India's regulatory framework. The approval further empowers in Solutions Global to streamline digital payments for merchants across various sectors, ensuring fast, secure and reliable transactions while advancing financial inclusion, the fintech said. The company currently processes over 28 billion transactions annually, serving more than 70% of banks in India. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ബാക്കി വായിച്ച് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കറൻ്റ്ലി ഇപ്പോൾ 28 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് ISG, സെർവിങ് മോർ ദാൻ 70% ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SBI adds to record samurai loan boom with 30 billion yen. ഇത് ജാപ്പനീസ് കറൻസിയാണ്, yen എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡെപ്റ്റ് പ്ലാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ കൺട്രീസ് ലാർജസ്റ്റ് ലെൻഡർ, ഈസ് സീക്കിംഗ് എ 30 ബില്യൺ yen, ദാറ്റ് ഈസ് $197 million facility according to people familiar with the matter, adding to a record volume of yen loans raised by borrowers in Asia during Asia excluding Japan this year. അപ്പോൾ ജാപ്പാനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് yen ലോൺസ് റേസ് ചെയ്തത്, അതിൻ്റെ റെക്കോർഡ് വോളിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 30 ബില്യൺ yen എന്ന് പറയുമ്പോൾ അത് റെക്കോർഡ് നമ്പേഴ്സാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് മിത്സുബിഷി UFJ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ഇൻകോർപ്പറേഷൻ ഈസ് ദ ലീഡ് ബാങ്ക് ഓഫ് ദ ഡീൽ വിച്ച് വിൽ ബി റേസ്ഡ് ഇൻ ദ ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഊബർ ലോഞ്ചസ് വിമൻ ഓൺലി ബൈക്ക് ടാക്സി സർവീസ് മോട്ടോ വിമൻ ഇൻ ബംഗളൂരു. അപ്പോൾ ഊബർ പുതിയൊരു ബൈക്ക് ടാക്സി സർവീസ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിതും കാണാം. അപ്പോൾ ഊബർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വിമൻ ഓൺലി ബൈക്ക് ടാക്സി സർവീസ് മോട്ടോ വിമൻ, ബംഗളൂരിലാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. റൈഡ് ഹെയിലിംഗ് ഫേം ഊബർ റോൾഡ് ഔട്ട് ഊബർ മോട്ടോ വിമൻ ഇൻ ബംഗളൂരു, എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് സർവീസ് ദാറ്റ് ഓഫേഴ്സ് വിമൻ ഓൺലി ബൈക്ക് റൈഡേഴ്സ്. The company plans to scale it up in other top cities such as Delhi, Mumbai, Kolkata, Chennai and Hyderabad.
The on-demand two-wheeler ride service connects women riders with women drivers and is designed to address women's safety and mobility needs. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വുമൺ സേഫ്റ്റി ആൻഡ് മൊബിലിറ്റി നീഡ്സ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വുമൺ ഓൺലി ഡ്രൈവർ ടാക്സീസ് ബൈക്ക് ടാക്സി സർവീസ് ഊബർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡെവലപ്ഡ് ആഫ്റ്റർ റിസീവിംഗ് ഫീഡ്ബാക്ക് ഫ്രം വിമൻ റൈഡേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ്. ഊബർ മോട്ടോ വിമൻ ഓഫേഴ്സ് എ safe, affordable and convenient commute options for women who would prefer to ride with women drivers or riders for their trips. Bike taxis have rapidly emerged as one of the fastest growing transport options in urban India. ഇപ്പോൾ ബൈക്ക് ടാക്സീസ് ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് ആയി വന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യാസ് ഔട്ട്വേർഡ് FDI halves to $2.28 billion in November ഷോസ് RBI ഡാറ്റ. അപ്പോൾ ഒരു RBI ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ ഔട്ട്വേർഡ് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാഫ് ചെയ്തിരിക്കുകയാണ്. $2.28 billion ആയിരിക്കുകയാണ് നവംബറിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. India's outward foreign direct investment commitments almost halved to $2.28 billion in November 2024 from $4.17 billion in November 2023. അപ്പോൾ നവംബർ 2023 $4.17 billion ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സെയിം മന്തിൽ നവംബർ 2024 കണക്കെടുക്കുമ്പോൾ അത് ഹാഫ് ആയിരിക്കുകയാണ്, $2.28 billion ആയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീക്വൻഷ്യലി ഇറ്റ് ഓൾസോ ഡിക്ലൈൻഡ് ഫ്രം $3.43 billion in October 2024 അക്കോർഡിംഗ് ടു ദ ഡാറ്റ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ പറയുന്നത് ഔട്ട്വേർഡ് FDI എക്സ്പ്രസ്ഡ് ആസ് എ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കംപ്രൈസസ് 3 components: ഇക്വിറ്റി ലോൺസ് ആൻഡ് ഗ്യാരണ്ടീസ്. അതാണ് കംപ്രൈസ് ചെയ്യുന്നത്. ഇക്വിറ്റി കമ്മിറ്റ്മെൻറ്റ്സ് ഫെൽ ടു $743.29 million in November 2024 compared with $1.2 billion a year ago and $783.5 million recorded in October 2024. Debt commitments rose sharply to $967.7 million in November 2024, up from $179.2 million in November 2023. However, outward debt FDI was lower than the $1.3 billion in October 2024. Guarantees for overseas units nosedived to $568.9 million in November 2024 compared to $2.78 billion a year ago and $1.35 billion in October 2024, RBI data showed. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കണക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഔട്ട്വേർഡ് FDI ഹാഫ് ആയിരിക്കുകയാണ്, അതായത് അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഹാഫായി ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗുകേഷ് ഹിസ്റ്റോറിക് വിൻ ആസ് യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ഇന്ത്യ റാൻ ഔട്ട് ഓഫ് സൂപ്പർലേറ്റീവ്സ് ഇൻ ഹെയിലിംഗ് ഹിസ്റ്ററി മേക്കർ ഡി ഗുകേഷ് after he became the first teenager world champion in chess. He won after prevailing in a tense 14th and last game of the title showdown against holder Ding Liren of China in Singapore. Gukesh beat Garry Kasparov record of 22 years, 6 months and 27 days when he had won the title in 1985. അപ്പോൾ ഗുകേഷ് ഇപ്പോൾ റെക്കോർഡൊക്കെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഗുകേഷിൻ്റെ ഹിസ്റ്റോറിക് വിൻ, യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിരിക്കുകയാണ് ഗുകേഷ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI approves Manish Jain's appointment as the new executive director of Yes Bank. അപ്പോൾ RBI മനീഷ് ജെയിൻ്റെ അപ്പോയിൻമെൻറ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. യെസ് ബാങ്കിൻ്റെ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കും ഈ മനീഷ് ജെയിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. യെസ് ബാങ്ക്, വൺ ഓഫ് ദ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ലെൻഡർ, അനൗൺസ്ഡ് ദാറ്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അപ്രൂവ്ഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് മനീഷ് ജെയിൻ ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ഫോർ എ പീരിയഡ് ഓഫ് 3 years
Jane's tenure will commence on December 11, 2024 and continue until December 10, 2027. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്രൂവ്സ് $789 million ലോൺ ടു ട്രാൻസ്ഫോം അമരാവതി ഇൻടു എ സ്മാർട്ട് ആൻഡ് ഗ്രീൻ സിറ്റി. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് 789, അതായത് ഏകദേശമാണ് ഈ പറയുന്നത് 789, അപ്പോൾ $788.8 million അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 6,600 കോടി രൂപ ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടാണിത് കൊടുത്തിരിക്കുന്നത്, അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അമരാവതിയെ ഒരു സ്മാർട്ട് ആൻഡ് ഗ്രീൻ സിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, വിത്ത് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ആൻഡ് ഗ്രീൻ സിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ അമരാവതിക്ക് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന് ഈ എമൗണ്ട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ADB അപ്രൂവ്സ്, ഇതും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്രൂവ് ചെയ്ത ലോണിൻ്റെ കാര്യമാണ്. $500 million ഫോർ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സാങ്ഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് $500 million ഫോർ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ $500 million ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് പോയിന്റ് വൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NDTL റിസീവ്സ് അപ്രൂവൽ ഫ്രം WADA to manage athlete biological passport. അപ്പോൾ NDTL റിസീവ്സ് അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ഫ്രം WADA ടു മാനേജ് അത്ലീറ്റ് ബയോളജിക്കൽ പാസ്പോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലാബോറട്ടറി ന്യൂഡൽഹി ഹാസ് റിസീവ്ഡ് ദ അപ്രൂവൽ ഫ്രം വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി ആസ് ആൻ അത്ലീറ്റ് പാസ്പോർട്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് ടു മാനേജ് അത്ലീറ്റ് ബയോളജിക്കൽ പാസ്പോർട്ട്. Youth and Sports Affairs Ministry in a statement said that it is a proud moment for India and NDTL as it will open new pathways and strengthen NDTL's capability as a key player in the world. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, പ്രസാർ ഭാരതി സൈൻസ് MOU വിത്ത് ഹോക്കി ഇന്ത്യ ടു പ്രൊവൈഡ് ലൈവ് ബ്രോഡ്കാസ്റ്റ് ഓഫ് അപ്കമിംഗ് ഹോക്കി ഇന്ത്യ ലീഗ്. അപ്പോൾ വരാനിരിക്കുന്ന ഹോക്കി ഇന്ത്യ ലീഗിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് പ്രസാർ ഭാരതി ഹോക്കി ഇന്ത്യ ആയിട്ട് MOU സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൗദി അറേബ്യ ടു ഹോസ്റ്റ് 2034 മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫിഫ. അപ്പോൾ ഫിഫ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, സൗദി അറേബ്യ ആയിരിക്കും 2034 മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൗദി അറേബ്യ 2034 മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഹോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ഹാസ് അനൗൺസ്ഡ് ദാറ്റ് സൗദി അറേബ്യ വിൽ ഹോസ്റ്റ് 2034 മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് വൈൽ സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് മൊറോക്കോ വിൽ ജോയിൻ്റ്ലി ഹോസ്റ്റ് ദ 2030 ടൂർണമെൻറ്റ്. അപ്പോൾ 2026 ഒരു വേൾഡ് കപ്പ് വരാണ്ട്, 2030 വേൾഡ് കപ്പ് വരാണ്ട്, അത് കഴിഞ്ഞിട്ട് വരാനുള്ള 2034 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയാണ്. 2030 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയും കൂടിയിട്ടാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദ ഹോസ്റ്റ് നേഷൻസ് ഓഫ് ബോത്ത് വേൾഡ് കപ്സ് വർ കൺഫേംഡ് അറ്റ് ഫിഫാസ് എക്സ്ട്രോർഡിനറി കോൺഗ്രസ് മീറ്റിംഗ് ഫോളോയിങ് എ വോട്ടൊക്കെ വെച്ചിട്ടാണ് അത് തീരുമാനിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത്, ദ മീറ്റിംഗ് കണ്ടക്റ്റഡ് ത്രൂ വീഡിയോ ലിങ്ക് വാസ് അറ്റൻഡഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ്സ് അറ്റ് 211 ഫിഫ മെമ്പർ നേഷൻസ്. To mark 100th anniversary of the World Cup, 3 matches in 2030 tournament will also be held in Argentina, Paraguay and Uruguay. അപ്പോൾ ടു മാർക്ക് 100th ആനിവേഴ്സറി ഓഫ് വേൾഡ് കപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാച്ചസ് ഓഫ് 2030 ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് 3 മാച്ചാണ് പറയുന്നത്. അർജൻറ്റീന, പരാഗ്വേ ആൻഡ് ഉറുഗ്വേയിൽ വെച്ചിട്ട് 3 മാച്ച് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാ മത്സരങ്ങളും സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് മൊറോക്കോയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. ദ ഡിസിഷൻസ് ഓഫ് ബോത്ത് ടൂർണമെൻറ്റ്സ് ആസ് വെൽ ആസ് ദ 2030 സെൻറ്റിനറി സെലിബ്രേഷൻസ് വർ മെയ്ഡ് ത്രൂ 2 സെപ്പറേറ്റ് വോട്ട്സ്.
അപ്പോൾ 2030 നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പ് 100th എഡിഷൻ ഓഫ് വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പാണ്. അപ്പോൾ അതിൻ്റെ ഹോസ്റ്റാണ് സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് മൊറോക്കോ. സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് മൊറോക്കോ. അതിൽ 3 മാച്ചസ് നടക്കാൻ പോകുന്നത്. അത് 100th ആനിവേഴ്സറി പ്രമാണിച്ച് 3 മാച്ചസ് അർജൻറ്റീന, പരാഗ്വേ, ഉറുഗ്വേയിൽ വെച്ചിട്ട് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഈ ഒരു പേജിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 സെറ്റ് ടു ഷോക്കേസ് വിൻ്റർ ഗെയിംസ് അക്രോസ് ലഡാക്ക് ആൻഡ് ജമ്മു ആൻഡ് കശ്മീർ. അപ്പോൾ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 സെറ്റ് ടു ഷോക്കേസ് വിൻ്റർ ഗെയിംസ് അക്രോസ് ലഡാക്ക് ആൻഡ് ജമ്മു ആൻഡ് കശ്മീറിലായിട്ട് നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എലോൺ മസ്ക് മേക്സ് ഹിസ്റ്ററി, സർപാസസ് $400 billion നെറ്റ്വർത്ത്, വൈഡനിങ് ലീഡ് ഓവർ ബെസോസ് ആൻഡ് സക്കർബർഗ്. അപ്പോൾ എലോൺ മസ്ക് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. $400 billion നെറ്റ്വർത്ത് ക്രോസ് ചെയ്തിരിക്കുകയാണ്, സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. വൈഡനിങ് ലീഡ് ഓവർ ബെസോസ് ആൻഡ് സക്കർബർഗ്. സക്കർബർഗിൻ്റെയും ബെസോസിൻ്റെയൊക്കെ മേൽ ലീഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. എലോൺ മസ്ക് ഹാസ് ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ടു സർപ്പാസ് $400 billion ഇൻ നെറ്റ്വർത്ത്, സോളിഡിഫൈങ് ഹിസ് പൊസിഷൻ ആസ് എ വേൾഡ്സ് റിച്ചസ്റ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ വേൾഡ്സ് റിച്ചസ്റ്റ് ഇൻഡിവിജ്വൽ ആണ് ഇപ്പോൾ എലോൺ മസ്ക്. According to the Bloomberg Billionaires Index, Musk's fortune has reached $447 billion. അപ്പം മസ്കിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് $447 billion ആണ്, മാർക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് സിൻസ് ദ US പ്രസിഡൻഷ്യൽ എലക്ഷൻ. അപ്പോൾ പിന്നെ പറയുന്നത് മസ്ക്സ് ഇൻക്രീസിംഗ് വെൽത്ത് ഹൈലൈറ്റ്സ് ദ റൈസിംഗ് വാല്യൂ ഓഫ് ഹിസ് വെഞ്ചേഴ്സ്, പെർട്ടിക്കുലർലി ഇൻ ദ ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് സ്പേസ് സെക്ടേഴ്സ്, ആസ് ടെസ്ല ആൻഡ് സ്പേസ് എക്സ് കണ്ടിന്യൂ ടു ലീഡ് ദെയർ റെസ്പെക്റ്റീവ് മാർക്കറ്റ്സ്. Amazon founder Jeff Bezos is a distant second on the list with a total worth of $249 billion. അപ്പോൾ ഇത് ജെഫ് ബെസോസിൻ്റെ നെറ്റ്വർത്താണ് പറയുന്നത്, $249 billion. മാർക്ക് സക്കർബർഗ് ആണ് 3ാം സ്ഥാനത്ത്. മാർക്ക് സക്കർബർഗ് നിങ്ങൾക്ക് അറിയായിരിക്കും, മേറ്റ, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഓണറാണ്, ത്രെഡ്സ് അതിൻ്റെയൊക്കെ ഓണറാണ് മാർക്ക് സക്കർബർഗ്. 3rd പൊസിഷനിലാണ്. $224 billion ആണ് സക്കർബർഗിൻ്റെ നെറ്റ്വർത്ത്. പിന്നെ ലാരി എലിസൺ ഇസ് എ 4th പൊസിഷൻ വിത്ത് എ നെറ്റ് വർത്ത് ഓഫ് $198 billion ആൻഡ് ബെർണാർഡ് ആർണോൾട്ട് ഇസ് അറ്റ് $181 billion. അപ്പോൾ $198 billion കൂടി 4ാം സ്ഥാനത്ത് ലാരി എലിസൺ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബെർണാർഡ് ആർണോൾട്ടാണ് 5ാം സ്ഥാനത്ത് $181 billion ആയിട്ട്. അപ്പോൾ എലോൺ മസ്ക് വെൽത്ത് ഈസ് ജസ്റ്റ് ടൈഡ് ടു ഹിസ് വെൽ നോൺ കമ്പനി സ്പേസ് എക്സ് ആൻഡ് ടെസ്ല. ഹിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പ് XAI ഹാസ് സീൻ ഇറ്റ്സ് വാല്യുവേഷൻ ഡബിൾ ടു $50 billion സിൻസ് മെയ്. അപ്പോൾ AI മോഡലും കൂടി അദ്ദേഹത്തിനുണ്ട്, എലോൺ മസ്കിനുണ്ട്. അപ്പോൾ ഈ സ്പേസ് എക്സും ടെസ്ലയും മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എലോൺ മസ്കിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പിൻ്റെ പേരാണ് XAI. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടൈം മാഗസിൻ നെയിംസ് ഡൊണാൾഡ് ട്രംപ് പേഴ്സൺ ഓഫ് ദി ഇയർ. അപ്പോൾ ടൈം മാഗസിൻ ഡൊണാൾഡ് ട്രംപിനെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് സമ്മാനിച്ചു, നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിങ് പെർഹാപ്സ് നോ സിംഗിൾ ഇൻഡിവിജ്വൽ ഹാസ് പ്ലേഡ് എ ലാർജർ റോൾ ഇൻ ചേഞ്ചിങ് ദ കോഴ്സ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ദാൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് എലക്ട്. അപ്പോൾ പ്രസിഡന്റ് എലക്റ്റായ ഡൊണാൾഡ് ട്രംപാണ് ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ട്രംപ് വാസ് നെയിംഡ് മാഗസിൻസ് പേഴ്സൺ ഓഫ് ദി ഇയർ ഇൻ 2016 ആസ് വെൽ. ഹി വാസ് ഫസ്റ്റ് എലക്റ്റഡ് ടു വൈറ്റ് ഹൗസിൽ ഫസ്റ്റ് എലക്റ്റ് ആയ ആ സമയത്താണ് പേഴ്സൺ ഓഫ് ദി ഇയർ ഇൻ 2016 ആയിട്ട് സെലക്ട് ആയത്. ദ അതർ ഫൈനലിസ്റ്റ് ഓഫ് ദി ഇയേഴ്സ് ഡെസിഗ്നേഷൻസ് വേർ ഹാരിസ്, നെറ്റന്യാഹു, എക്സ് ഓണർ എലോൺ മസ്ക് ആൻഡ് കേറ്റ് ദ പ്രിൻസസ് ഓഫ് വെയിൽസ്. അവരൊക്കെയാണ് ഫൈനലിസ്റ്റ് ഓഫ് ദിസ് ഇയേഴ്സ് ഡെസിഗ്നേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.